ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയ ഇസ്രായേലിലെ ബെർഷേവായിലുള്ള സോറോക്ക മെഡിക്കൽ സെന്റർ ക്ലാലിറ്റ് ഹെൽത്ത് സർവീസ് ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഇസ്രായേലിലെ ബീർഷബായിലെ ജനറൽ ആശുപത്രിയാണ്. ഇത് പ്രദേശത്തിന്റെ കേന്ദ്ര ആശുപത്രിയായി വർത്തിക്കുകയും കിര്യത്ത് ഗാറ്റ് അഷ്കലോൻ മുതൽ എയ്ലൈറ്റ് വരെ തെക്കൻ പ്രദേശത്തെ ഏകദേശം 1 ദശലക്ഷം ആളുകൾക്ക് മെഡിക്കൽ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ആശുപത്രി ആക്രമിച്ച ഇറാന്റെ നടപടിക്കെതിരെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി രംഗത്തു വന്നു. ഭീരുവായ ഇറാനിയൻ സ്വേച്ഛാധിപതി ബങ്കറിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഇസ്രായേലിലെ ആശുപത്രികളിലും ജനവാസ മേഖലകളിലും ആക്രമണം നടത്തുന്നു. ഇറാന്റെ ആക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിലെ ഒരു ആശുപത്രിയിൽ 40 പേർക്ക് പരിക്കേറ്റതിന് പിന്നാലെ കാറ്റ്സ് പ്രസ്താവനയിൽ പറഞ്ഞു. ആശുപത്രി ആക്രമണം ഐക്യരാഷ്ട്രസഭ അപലപിക്കണമെന്ന് UN ഇസ്രായേൽ അംബാസഡറും ആവശ്യപ്പെട്ടു. അതേസമയം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600ആയി. ഇറാനിലെ അരാക്കിലെ ആണവ റിയാക്ടറിന് നേരെയും ഇസ്രായേൽ ഇന്നലെ രാത്രി കനത്ത ആക്രമണം നടത്തി. ഇറാന്റെ ആയുധ ഫാക്ടറികൾ, ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവയടക്കം ലക്ഷ്യമിട്ട് 40 യുദ്ധവിമാനങ്ങൾ രാത്രി മുഴുവൻ ആക്രമണം നടത്തി. ഇറാനിലെ പ്ലൂട്ടോണിയം ഉൽപാദന കേന്ദ്രം ആക്രമിച്ചു. നാദൻസ് ആണവ കേന്ദ്രത്തിന് സമീപത്തെ ആണവായുധ വികസന കേന്ദ്രവും ആക്രമിച്ചുവെന്നും ഇവിടെ ആണവോർജ്ജ പദ്ധതികൾ പൂർണ്ണമായി നിശ്ചലമായെന്നും ഇസ്രായേൽ സേനാവൃത്തങ്ങൾ വ്യക്തമാക്കി. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും ഇറാൻ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. യഹൂദരും മുസ്ലിങ്ങളും ഒരുപോലെ ആശ്രയിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ആതുരാലയമാണ് ഇറാൻ ആക്രമിച്ചത്. പാലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഗാസയിൽ നിന്നും ചികിത്സയ്ക്കായി ആളുകൾ ആശ്രയിക്കുകയും ചെയ്യുന്ന ആശുപത്രിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദുഷ്ടതയുടെ ആസ്ഥാനത്തേക്കുള്ള തിരിച്ചടിയുണ്ടാകുമെന്നും ആണവായുധ പദ്ധതികൾ സംഘടിപ്പിക്കുന്നതും ലോകമാകെ ഭീകരതയും കലാപവും വിതറുന്ന ഇറാനെതിരെ യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുമെന്നും ഐസക് ഹെർസോഗ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.